ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ചു അവർക്ക് കൊടുത്ത ദാനങ്ങളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അവരനുഭവിക്കുന്ന വേദനയോ വിഷമങ്ങളോ അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്നു. രോഗികൾക്കാണല്ലോ കർത്താവെ വൈദ്യുതി ദൈവമേ സ്തോത്രം. ആരാധിക്കുന്നു. ദൈവമേ സ്തോത്രം. ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങേ അനുഗ്രഹിക്കണമെന്ന്. ആമേൻ ആമേൻ. സന്തോഷമുള്ള എല്ലാവരും കരപറ്റി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധാനം എഴുന്നേറ്റ് സങ്കീർത്തനം വായനയ്ക്കായിട്ട് കടന്നു പോകാം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് സങ്കീർത്തനം നാം ആരാധനയിൽ വായിക്കുന്നു? അത് പാരമ്പര്യമായതുകൊണ്ടല്ല. ബൈബിൾ വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ഭക്തന്മാർ കൂടി വരുമ്പോൾ അവർക്ക് സങ്കീർത്തനം ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്ന വാക്യത്തിൽ 1 കൊരിന്ത്യർ 14:26 അമേൻ. അതുകൊണ്ട് സഹോദരന്മാരെ അമേൻ സ്വന്തം ചെയ്യുന്നു. ആകിയാൽ എന്ത്? കൂടി വരുമ്പോൾ ഓരോരുത്തർക്ക് സങ്കീർത്തനമുണ്ട്, അവൻ ഉപദേശമുണ്ട്, വിവിധ ഭാഷകളുണ്ട്, വെളിപ്പാടുകളുണ്ട്, അവൻ സ്വന്തം ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. എല്ലാം ആത്മീക വർധനയ്ക്കുതകട്ടെ. പ്രിയമുള്ളവർ, ഈ ആരാധനകൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നത് വെളിപ്പാടുകൾ ഉണ്ടാകണം. വെളിപ്പാടുകൾ നമ്മൾ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഐ സീ ദിസ് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും, കാരണം നമ്മൾ നിഷ്കളങ്കതയോടെ അടുത്ത് വരുന്നു, നമ്മുടെ പഴക്കത്തിലെ തഴക്കത്തിലെ പോലെ അടുത്ത് വരുന്നു. വി ആർ കമ്മിങ് വിത്ത് ഫുൾ എക്സ്പെക്ടേഷൻ. കാരണം ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യാൻ അവൻ സ്വന്തം. എന്നിട്ട് അനേകരെ കുറിച്ച് ദർശനങ്ങൾ കാണണം, വെളിപ്പാടുകൾ. അത് അന്യഭാഷകൾ ആരാധിക്കുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യണം. പഴയ 1-ാം നൂറ്റാണ്ടിലെ ആരാധനയിലേക്ക് മടങ്ങി വരാൻ നമ്മുടെ ഉള്ളം കൊതിക്കണം. നിഷ്കളങ്കത, അവിടെ വേറെ യാതൊരു അജണ്ടകളോ ഒന്നുമില്ലാതെ സിംപിളി കുഞ്ഞുങ്ങളെ പോലെ അടുത്തു വരുന്ന അവസ്ഥകൾ. അങ്ങനെയാണെങ്കിൽ ഇതേക്കാം ഇന്ന് പകല് നമ്മൾ വായിക്കാൻ പോകുന്ന സങ്കീർത്തനം അമൻ സ്വത്രം. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് 143. അമൻ സ്വത്രം. എനിക്കത് ആനന്ദമാണ്. അമൻ സ്വത്രം ചെയ്യുന്നു. ഒന്നും അറിയാത്തവരായി ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഏറ്റവും സന്തോഷമാണ്. കാരണം വി വാണ്ട് ഗോഡ് ടു മൂവ് ഇൻ അവർ മിഡ്സ്റ്റ്. നമ്മുടെ അറിവും ബുദ്ധിയും പ്രിപ്പറേഷനും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നല്ല, ഒരിക്കൽ തന്നെ വരണം. പക്ഷേ എന്നാലും കർത്താവ് മൂവ് ചെയ്യുമ്പോൾ ആനന്ദം വ്യത്യസ്തമാണ്. ഇന്ന് അവൻ റിബയാണ് സംഘത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ സങ്കീർത്തനം വാങ്ങി ലീഡ് ചെയ്യും. അവൻ ദാവീദ് രാജാവിന്റെ ഒരു സങ്കീർത്തനമാണ് 143 Psalm 143. അവൻ സ്വന്തം നമുക്ക് എഴുന്നേറ്റ് നിന്ന് വാക്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 12 വാക്യങ്ങൾ ആ സങ്കീർത്തനത്തിലുണ്ട്. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും എടുത്തുവെന്ന് വിശ്വസിക്കുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരേണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളേണമേ. ശത്രുവിന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്ത് ഇട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചുപോയവനെ പോലെ അവനെ നീ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളേണമേ. എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെയാകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ. യഹോവേ, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടതയിൽ ഉദ്ധരിക്കണമേ. നിന്റെ ദയയാൽ എന്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെയൊക്കെയും നശിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നിലവിളി കേൾക്കുന്ന കർത്താവിനെ കരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഴികളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന കർത്താവിനെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസം ഇരിക്കാമല്ലോ. I will invite Reba to come forward and we will share the word of God.
Praise the Lord. Please. Praise the Lord. ദൈവത്തിന് മഹത്വം. As we read, I'll be sharing from Psalms 143. അവൻ ആദ്യം നിങ്ങൾ കേട്ടതുപോലെ നാം 143 സംഘത്തിൽ നിന്നാണല്ലോ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. The psalm was not written by a man who never knew God, but by a man who loves God, walked with him, stumbles, and needs to come back again. ഇന്ന് പകൽക്കാലം ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയല്ലേ ഈ സങ്കീർത്തനം എഴുതിയത്. ദൈവത്തെ അറിഞ്ഞവനും ദൈവത്തെ രുചിച്ചറിഞ്ഞവനും എന്നാൽ ജീവിതത്തിൽ ഇടറിയവനും അവൻ ഇടറി വീണവനും എന്നാൽ വീണിടത്ത് കിടക്കാതെ എഴുന്നേറ്റ് മടങ്ങി വന്നവനുമായ അവൻ ഒരു വ്യക്തിയാണ് ഈ സങ്കീർത്തനം എഴുതുവാനിടയായത്. And that is comforting because many of us secretly think, oh, if I really knew God, I would not have to repent again. അവൻ ഇത് നമ്മെ അവൻ പലപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും കുറവുകൾ കടന്നു വരുമ്പോൾ അവൻ ഈ വിഷയങ്ങൾ ഓർക്കുമ്പോൾ നമുക്കത് ബലം തരുന്ന ഒരു കാര്യമാണ്. Basically thinking that being a Christian is enough, but David shows us the complete opposite. We actually need to repent again and again, and that is how holiness can grow in us. പ്രിയമുള്ളവരെ, ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ കുറവുകൾ വരാം, ഒരു വട്ടം മാത്രം അനുദപിച്ചുപേക്ഷിക്കുകയല്ല, വീണ്ടും വീണ്ടും മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ജീവിതത്തെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു വട്ടം അനുദപിക്കുകയല്ല, കുറവുകൾ വരുമ്പോഴും അവൻ ഓരോ നേരം വരുമ്പോഴും അത് തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മ ഓർപ്പിക്കുമ്പോൾ മടങ്ങി വന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. So look at how David begins in verse 1. ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കാം. എങ്ങനെയാണ് ദാവീദ് സങ്കീർത്തനം ആരംഭിക്കുന്നത് നോക്കാം. It says, Lord, hear my prayer, listen to my cry for mercy. അവിടെ പറയുന്ന എന്റെ പ്രാർത്ഥന യഹോവയെ കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ. In your faithfulness and righteousness, come to my relief. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. Notice what he does not say. He doesn't say, Lord, look at how hard I have worked. Or he doesn't bring a resume listing all his accomplishments or making excuses. പ്രിയമുള്ളവരെ, അവിടെ ദൈവത്തിന്റെ പ്രാർത്ഥനയും ദൈവത്തിന്റെ അവൻ സ്വന്തം ചെയ്യുന്ന ശ്രദ്ധയും ദൈവത്തിന്റെ അവൻ വിശ്വസ്തതയും ഒക്കെ ചോദിക്കുമ്പോൾ, ഉത്തരത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ വിശ്വസ്തകളുടെ നീണ്ട നിര പറഞ്ഞുകൊണ്ടല്ല, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് കർത്താവേ ഉത്തരവരണമേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് നിന്റെ വഴി നടന്നു, അങ്ങനെയൊന്നും ഒരു നീണ്ട ലിസ്റ്റ് അവൻ പറയുന്നില്ല. ആകെ ദൈവസന്നിധിയിലോട്ട് കടന്നു വന്ന് വീണിട്ട് പറയുക, എന്റെ പ്രാർത്ഥന കേൾക്കണേ, എന്റെ യാചനകൾക്ക് ചെവി തരണമേ. അവൻ എന്റെ ഗുണം കൊണ്ടല്ല, നിന്റെ വിശ്വസ്തതയാലും നിന്റെ നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. He simply comes as he is fully relying on God's mercy. നാം അവിടെ വരുമ്പോൾ പൂർണ്ണമായും ദാവീദ് ദൈവത്തിന്റെ കരുണയിലാണ് ശരണപ്പെടുന്നത്. True repentance does not begin with, I can handle this on my own. It rather begins with, I cannot handle this, or you can help me, God. പ്രിയമുള്ളവരെ, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് അവൻ എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും, എന്റെ കഴിവുകൊണ്ട് ഇത് നേടിയെടുക്കും എന്നുള്ള ചിന്തയേക്കാൾ ഉപരി ദൈവസന്നിധി വരുമ്പോ കർത്താവേ ഞാൻ കംപ്ലീറ്റ് ഒരു പരാജയമായി, എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ദൈവസന്നിധിയിൽ വീണ്ടും കൊടുത്തിട്ട് കർത്താവെ നീ ഇത് കൈകാര്യം ചെയ്യണമേ. പാപം ഓരോ നിമിഷവും എന്നെ വലിച്ചു താഴെയിടുമ്പോൾ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുമ്പോൾ, അവൻ സ്വന്തം ചെയ്യുന്ന ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുമ്പോൾ, കർത്താവെ ഞാനൊരു ഫെയിലിയർ, എന്നെ കൊണ്ട് സാധിക്കത്തില്ല, നിന്റെ കയ്യിലേക്ക് ഞാൻ സകലവും തരുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ഒരു മാനസാന്തരം. Then in verse 2 it says, do not bring your servant into judgment, for no one living is righteous before you. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വാക്യത്തില് അസംഗത്തിനക്കാരനായ ദാവീദ് പറയുക, അടിയനെ ന്യായവിസ്താരത്തിൽ എത്തിയരുതേ, പ്രവേശിപ്പിക്കലേ. കാരണം അവൻ നല്ലവണ്ണം അറിയാം, ജീവനുള്ളവനാരും ദൈവസന്നിധിയിൽ എത്തിയത്തില്ല. നീതിമാനാകത്തില്ല. എത്ര ദൈവത്തെ സേവിച്ചെന്ന് പറഞ്ഞാലും ജീവനുള്ള ഏതൊരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതിമാനാകാൻ പറ്റത്തില്ലെന്നുള്ള ബോട്ടം ലൈൻ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറയുക, കർത്താവേ എന്നെ ന്യായവിസ്താരത്തിലേക്ക്, ജഡ്ജ്മെന്റിലേക്ക് പ്രവേശിപ്പിക്കല്. ദൈവത്തിന്റെ മെർസിയിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുക. In other words, David is basically saying, if you judge me by fairness alone, I have nothing to stand on. കാരണം തുറന്ന് അവനൊരു കാര്യം പറയാം, നീ നീതിയോടൊന്ന് വിധിച്ചാൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, എന്നെ കത്തിച്ച് ചാമ്പലാക്കാനേ പറ്റുള്ളൂ. നീ നീതിയോടും വിധിച്ചാൽ, ഫെയർനെസ്സോട്, അവൻ അൺഫെയർ ആയിട്ടല്ല ഫെയർനെസ്സോട് വിധിച്ചാൽ പോലും എനിക്ക് നിൽക്കാനോ നിന്റെ മുമ്പിൽ അവൻ സ്റ്റാൻഡ് ചെയ്യാനോ പറ്റില്ല. So here true repentance begins when we stop trying to defend ourselves before God, meaning no excuses and no comparing ourselves to others. പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർക്കണം, യഥാർത്ഥ മാനസാന്തരം എപ്പോഴാണ് ആരംഭിക്കുന്നത് ചോദിക്കുമ്പോൾ അത് നമ്മിൽ നിന്ന് തന്നെ വരുമ്പോൾ, ഞാൻ ഇവനേക്കാൾ ശ്രേഷ്ഠൻ, ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലത് എന്ന് നീ കമ്പയർ ചെയ്തിട്ട് നിന്നെ വിലയിരുത്തുന്നേക്കാൾ ഉപരി സമ്പൂർണ്ണ സമർപ്പണത്തോട് അവൻ സ്വയം കംപ്ലീറ്റ് കൈപൊക്കി സറണ്ടർ ചെയ്ത് കർത്താവേ ഞാൻ യോഗ്യനില്ലെന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി താഴ്ത്തി വരുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്.
Next, David admits the damage sin has caused him in verses 3 to 4. ആമേൻ. സ്തോത്രം. 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് പാപം വരുത്തുന്ന ദോഷം അതിനെക്കുറിച്ച് ദാവീദ് പറയുക, ഞാൻ നിങ്ങളും ദൈവത്തെ വിട്ടിട്ട് അനീതി ചെയ്യുമ്പോൾ, തെറ്റുകൾ ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ എന്ത് ദോഷം നമ്മില് അവൻ സംഭവിക്കുമെന്നുള്ളതാണ് അവൻ അടുത്ത 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. And just to paraphrase, it says that the enemy pursued my soul, Amen. made me sit in darkness, my spirit faints and my heart is dismayed. നോക്കൂ, ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ, ഞാനും നിങ്ങളും അനീതി ചെയ്യുമ്പോൾ അവൻ ഡെവലിന്, ശത്രുവിന് നിന്റെ മേൽ വലിയ അതോറിറ്റി വരികയാണ്. അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ പ്രാണനെ ഉപദ്രവിക്കും, നിന്റെ സോളിനെ ടോർമെന്റ് ചെയ്യും. അടുത്തത്, അവൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് തകർക്കും. അവൻ സ്വന്തം പണ്ടേ മരിച്ചുപോയവനെ പോലെ ഇരുട്ടില് പാർപ്പിക്കും. നോക്കൂ, പാപം എപ്പോഴും നിന്റെ ജീവിതത്തിൽ പിശാചിനൊരു വഴി, പിശാചിനൊരു അധികാരം, നിന്റെ നന്മയെ തകർക്കാൻ. ഇനി ഓർത്തോണം, ഇന്ന് പകല് ദൈവം നിനക്ക് വേണ്ടി നന്മ തുറന്നു തന്നാൽ പോലും നീ സിന്നായിട്ട്, അൺഫെയ്ത്ത്ഫുൾ ആയിട്ട് മാറുമ്പോൾ നീ ഡബിളിന് നിന്റെ ജീവിതത്തിൽ അധികാരം കൊടുക്കുക. നിന്റെ നന്മ ദൈവം കൽപ്പിച്ചത് എടുത്തു മാറ്റിക്കളയാൻ, അനുഗ്രഹങ്ങളെ തകർത്ത് കളയാൻ. അതാണ് ഇവിടെ പറയുന്നത്. ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചു. സ്വന്തം പാപം വരുത്തുന്ന വിഷയങ്ങൾ കാണുക. He does not pretend that he is okay. We often sin and then say, "Oh, I will be fine. I can shake this off." But David refuses that lie. പ്രിയമുള്ളവരെ, ദാവീദ് പറയുന്നില്ല ഓക്കെ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നില്ല. അവന് ഒരു കാര്യം പറയാം, പാപം വരുമ്പോൾ ഞാൻ ഓക്കെ അല്ല. പാപം ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ അല്ല. അവൻ സമ്പൂർണമായി സമ്മതിക്കുക. കുറവ് വരുമ്പോൾ അതെന്റെ തകർച്ചയാ, കുറവ് വരുമ്പോൾ അതെന്റെ ഫെയിലിയറാ. കുറവ് വരുന്നത് എന്റെ ജീവിതത്തിൽ ഡേഞ്ചറാ. നമ്മൾ പലപ്പോഴും അത് സാരമില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പാപം ചെയ്യുന്നതിനെ കുറിച്ച് ദൈവം നമുക്ക് ബോധ്യം വരുത്തുമ്പോഴും അത് സാരമില്ല, ദാറ്റ് ഈസ് ഓക്കെ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഡേവിഡ് അതിനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഇറ്റ്സ് നോട്ട് ഓക്കെ. എന്റെ ജീവിതത്തെ അത് മാറ്റും, എന്റെ ഫ്യൂച്ചറിനെ അത് മാറ്റും, അതെന്നെ തകർക്കുവാൻ ഇടയാകും അവൻ തുറന്ന് ട്രൂത്ത്ഫുൾ ആയിട്ട് സമ്മതിക്കുകയാണ്. Yes, he says in verse 3, "This has crushed me to the ground." He admits it and says it out loud. അവർ ഉറക്കെ പറയുകയാ, നോക്കൂ, ഞാൻ സിന്ന് ചെയ്യുമ്പോൾ, ഞാൻ അൺഫെയ്ത്ത്ഫുൾനെസ് കാണിക്കുമ്പോൾ അത് ഓക്കെ അല്ല എന്റെ ജീവിതത്തില്. കാരണം ശത്രു എന്റെ മേൽ അതോറിറ്റി കിട്ടിയിട്ട് അവൻ എന്നെ നിലത്ത് തള്ളിയിട്ടിട്ട് അവൻ എന്നെ തകർക്കും. that is what happened. അതാണ് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. You have to realize God can never hear what you hide from him. ആമേൻ. No matter how omniscient our God may be, we have to ask and confess with our mouths. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മുടെ ദൈവം സർവ്വജ്ഞാനിയാണ്. നീ ചെയ്യുന്ന പാപം ഒക്കെയും എന്റെ ദൈവത്തിന് കാണാം. ആദാം ചെയ്ത പാപമേ ദൈവത്തിന് കണ്ടു. പക്ഷെ ദൈവം വന്നിട്ട് ഒരിക്കലും നിന്നെ സിന്നിൽ പിടിക്കുന്ന ഒരു ദൈവമല്ല. കാരണം ഈ സീസിറ്റ് അവന് കാണാം. പക്ഷെ അവൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നിന്നിൽ നിന്നൊരു അനുതാപം, റിപ്പന്റൻസ് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ് കൺഫെഷൻ. നീ അത് ഏറ്റുപറയും. ഒരിക്കലും ദൈവം ചെയ്തോടാന്ന് ചോദിക്കത്തില്ല. സ്വന്തം ചെയ്യുന്നു. ഇല്ല, നീ പാപിയാന്ന് പറയത്തില്ല. നിന്റെ തെറ്റുകളെ കണ്ടിട്ട് നീ തന്നെ ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറയണമെന്ന് ദൈവം നിന്നെ കുറിച്ച് മാനസാന്തരത്തിൽ ആഗ്രഹിക്കുക. അവൻ എത്ര സർവജ്ഞാനിയാണെങ്കിലും നിന്റെ സകല സീക്രട്സും അറിയാമെങ്കിലും വന്ന് നിന്നോട് ചോദിച്ചു നിന്റെ വായിന്ന് പറയിക്കത്തില്ല. അതുകൊണ്ടാ നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ, അതാ നമ്മൾ പാടിയ പാട്ടിലേത്, കർത്താവേ നിന്റെ അഗ്നി എന്നിലൊന്ന് കത്തട്ടെ, എന്റെ അശുദ്ധിയൊക്കെ ഒന്ന് ചാരമാകട്ടെ, എന്റെ കണ്ണുകള്, കാതുകള്, എന്റെ ചിന്തകള്, പാദങ്ങള് കർത്താവ് ഏറ്റു പറയുമ്പോൾ സ്വന്തം എന്റെ ലംഘനങ്ങളെ ഞാൻ അവനോട് ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ അകൃത്യത്തിന്റെ കുറ്റം അവൻ എന്ത് ചെയ്തു? വായിച്ചു തന്നപ്പോൾ ദൈവം എത്ര ഒമ്നിഷ്യന്റാണേലും സ്വന്തം ചെയ്യുന്നു. നിന്നിൽ നിന്ന് റിപ്പന്റൻസ്, നിന്നിൽ നിന്ന് കൺഫെഷൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏറ്റു പറയുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. Next we see that David does not stay in darkness. He turns towards God. നോക്കൂ, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. വീണടത്ത് കിടന്ന് ദാവീദ് ഉരുളുകയല്ല. സ്വന്തം വീണടത്ത അന്ധകാരത്തിൽ, ആ പാപത്തിൽ വീണ്ടും അവൻ തുടരുകയല്ല. അവൻ എഴുന്നേറ്റ് ദൈവത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ വീണടത്ത് കിടക്കാനല്ല, ഇങ്ങനെയുള്ളൂ എന്നെ കൊണ്ട് ഇല്ല, നീ എഴുന്നേറ്റിട്ട് മടങ്ങി ദൈവത്തിലേക്ക് സഹായം ചോദിച്ചുകൊണ്ട് നീ അടുത്ത് വരണം. We see that in verses 5 to 6, just to point out a few things, he remembers, he meditates, he stretches out his hand to God, and his soul thirsts for God like a parched land. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണണം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില്
അവൻ സങ്കീർത്തനക്കാരൻ പണ്ടത്തെ കാലങ്ങളെ ഓർക്കുക. ഇന്നത്തെ കാലങ്ങളാ ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ, പാപം ചെയ്യാൻ അവനോട് ചേർന്നിരുന്നപ്പോൾ, അവനെ നല്ല ഇടയനാക്കി കണ്ടുകൊണ്ട് അവന്റെ പുറകെ അവന്റെ വചനമനുസരിച്ച് നടന്നപ്പോൾ, അവൻ ആ കാര്യങ്ങളെയൊക്കെ അവൻ ഓർത്തിട്ട് അവൻ പറയുകയാ, ഞാൻ പണ്ടത്തെ നാടുകളെ ഓർക്കുന്നു. അവൻ സ്വന്തം പറയുക, അവൻ എന്റെ ഉള്ളൻ, അവൻ ആ പഴയ അവസ്ഥയിലേക്ക്, ആ ഫെലോഷിപ്പിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, ആ രക്ഷയുടെ ആനന്ദത്തിലേക്ക് മടങ്ങി വരാൻ എന്റെ പ്രാണന് അവൻ ഒരു പാർച്ച് ലാൻഡ് പോലെ, ഉണങ്ങി വരണ്ട നിലം പോലെ കാംക്ഷിക്കുക കർത്താവേ. ആ പഴയ റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് വരാൻ, ആ പഴയ ഹോളിനെസ്സിലേക്കും ജോയിലേക്കും വരാൻ എന്റെ ഉള്ളം വാഞ്ചിച്ചു മോഹിക്കുന്നു, ദാഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. Repentance is not just running from sin, it is running to God. Many people stop at guilt, and guilt is not repentance, it's just an emotion. എന്ന് പറയുന്ന കാലം ഒരു കാര്യം നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അവൻ കുറ്റബോധം മാത്രമല്ല. മാനസാന്തരം കുറ്റബോധം വരുമ്പോൾ നീ മടങ്ങി ദൈവത്തിലേക്ക് കടന്നു വന്ന് അവൻ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. തിരിച്ചു ദൈവത്തിലേക്ക് അടുത്ത് വരുന്നത്, നിന്റെ കുറവുകളെ അവൻ വെറുതെ അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നിയിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു, നീ റിമോഴ്സിലേക്ക് പോകുന്നതല്ല മാനസാന്തരം. അവൻ നീ വീണടം എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ കറക്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്നതാണ് മാനസാന്തരം. അവൻ സ്വന്തം ചെയ്യുന്നു, ഫസ്റ്റ് നീ എങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അതിലേക്ക് മടങ്ങി വരുന്നതാണ് യഥാർത്ഥമായ മാനസാന്തരം. True repentance is what moves us towards the Father, like the prodigal son who said in Luke 15:18, I will set out and go back to my father and say to him, Father, I have sinned against heaven and against you. പ്രിയമുള്ളവരെ ഓർക്കണം, യഥാർത്ഥമായ മാനസാന്തരമാണ് ഒരു വ്യക്തി അപ്പന്റെ അടുക്കലേക്ക് മടക്കി വരുത്തുന്ന പോലെ. കാരണം യഥാർത്ഥ മാനസാന്തരം വരുമ്പോൾ മാത്രമേ നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് മടങ്ങി വരാൻ പറ്റുള്ളൂ. മടങ്ങി വരുവാൻ നോക്കൂ, ആ മുടിയപുത്രൻ നോക്കിയാൽ അവന്റെ ഉള്ളത്തില് തെറ്റ് അവന് ബോധ്യമായി. അവൻ ഓർത്തു, അവൻ സ്വന്തം തിരിച്ചറിഞ്ഞു, പറഞ്ഞു ഞാൻ പോകും, എന്റെ അപ്പന്റെ അടുക്ക പോകും. പറയും, അപ്പാ നിന്നോട് ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തു. ഉടമനകസിയ എന്റെ മകനെന്ന് വിളിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരും. അവൻ റിമോഴ്സ് അവൻ തോന്നിയിട്ട് അവിടെ കിടന്നിട്ട് എന്റെ അപ്പന് ക്ഷമിക്കാം, അവിടെ കിടക്കുന്ന അവസ്ഥയല്ല മാനസാന്തരം. തിരിച്ചൊരു മടങ്ങി വരവ്. എപ്പോൾ അപ്പന്റെ അടുക്കൽ ആദ്യത്തിൽ എങ്ങനെയായിരുന്നു ആ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ ഒരു എഴുന്നേറ്റൊരു ആക്ഷൻ നിന്ന് വേണം അപ്പന്റെ അടുക്കൽ മടങ്ങി വരുന്ന ഒരു അവസ്ഥ. ആമേൻ. And David asked for something that most people never ask or forget to ask in verse 10, which is 10ാമത്തെ വാക്യത്തില് സാധാരണ മനുഷ്യരാൽ ചോദിക്കാത്ത ഒരു ചോദ്യം ദാവീദ് ദൈവത്തോട് ചോദിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച യഥാർത്ഥ മാനസാന്തരത്തിന്റെ ആഴം ഒരു ഭക്തനിൽ ഉണ്ടാകുമ്പോൾ അവൻ സാധാരണ പ്രാർത്ഥിക്കുന്നവരാരും ദൈവത്തോട് വന്ന് പറയാതെ ചോദിക്കാത്തൊരു കാര്യം പ്രത്യേകം 10ാമത്തെ വാക്യത്തില് അവൻ ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക, ചോദിക്കുകയാണ്. It says, teach me to do your will, for you are my God. May your good spirit lead me on level ground. ഓ റബലവൽ ഘടനകസ്യ മർമ്മം ഗ്രഹിച്ചിട്ട് ആത്മാവിൽ ആനന്ദം മനസ്സിലാക്കി പറയാ, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. അതുതന്നെയാ യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഈ ഭൂമി എന്ന് പറയുമ്പോൾ എന്നിൽ നിങ്ങളിൽ അവന്റെ പെർഫെക്റ്റ് വില്ല് തന്നെ നടക്കണം. അവന്റെ ഇഷ്ടം എങ്ങനെയോ അതുപോലെ ഞാനും നിങ്ങളും നടക്കണം. ഇവിടെ പറയുക, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ. പിന്നെ ഒരു കാര്യം മനസ്സിലായി, അതിന് സാധിക്കുന്ന എങ്ങനെയാ? അവന്റെ നല്ല ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ആ ഇഷ്ടത്തിൽ നടക്കാൻ പറ്റുള്ളൂ. ഇന്ന് പകൽക്കാലം ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്താ? നീ ചെയ്യുന്ന തെറ്റ് തെറ്റാന്ന് ബോധ്യം വരും. പിന്നെ അവിടെ കിടക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല, എഴുന്നേൽക്കാൻ ഇല്ലെങ്കിൽ നിന്നെ നയിക്കുന്നത് ദുരാത്മാവായിരിക്കും. ബിക്കോസ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല് നിന്നെ നാശത്തിലേക്ക് എത്തിക്കാൻ ബൈബിൾ ഒത്തിരി തെളിവുകളുണ്ട്. അവൻ മോള് പറഞ്ഞ അല്ലെങ്കിൽ ഓർപ്പിച്ചൊക്കെ പറയുക. നിങ്ങൾ വായിക്കുമ്പോൾ ആഹാബിനെ കൊല്ലാനായിട്ട് അവൻ സ്വന്തം ദൈവം തീരുമാനിക്കുമ്പോൾ അവൻ എങ്ങനെ അവനെ കൊണ്ടുപോകും ചോദിക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഒരു ദുരാത്മാവ്, ഞാൻ അവനെ വശീകരിക്കും. അപ്പോൾ ഹോളി സ്പിരിറ്റ് എപ്പോഴും സത്യം കാണിച്ചിട്ട് റിപ്പന്റൻസിലേക്ക് നടത്തുന്നതാണ് ഹോളി സ്പിരിറ്റ്. ദുരാത്മാവ് നിന്നെ ദൈവവഴികളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. എന്റെ പകൽ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടും നിന്റെ മനസാക്ഷി നിന്നെ കുത്തിക്കിട്ടും, ഇല്ലേ സത്യം നിന്നോട് പരിശുദ്ധത പറഞ്ഞിട്ടും തിരുത്താൻ കഴിയത്തില്ലെങ്കിൽ യു ആർ നോട്ട് വാക്കിംഗ് ഇൻ ഹോളി സ്പിരിറ്റ്. കാരണം ഡിറ്റർമിൻ ചെയ്തേക്കുക ദോഷം നിനക്കെതിരെ. കാരണം മാനസാന്തരപ്പെടാത്തവർക്കെതിരെ ദൈവം ദോഷം ഡിറ്റർമിൻ ചെയ്യും. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഇവിടെ നാം വായിക്കുമ്പോൾ അവൻ പറയാം, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിലേക്ക് എന്നെ
നയിക്കട്ടെ. ഇന്ന് പകൽക്കാരാണ് കർത്താവെ, അത് തന്നെയാ 51-ാം സംഗീതത്തിൽ ദാവീദ് പറയുന്നത്. അവൻ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എന്നാൽ ഞാൻ മഹാപാതകരഹിതനാകും, ഞാൻ നിഷ്കളങ്കനായിരിക്കും, ഞാൻ പാപികളോട് നിന്റെ വഴികളെ കുറിച്ച് ഉപദേശിക്കും. അതുകൊണ്ടാ ഇവിടെ ആരും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുന്ന ദൈവമാ. പിന്നെ നിന്റെ നല്ല ആത്മാവ് സ്ട്രെയിറ്റ് പാത്തിൽ എന്നെ നടത്തട്ടെ. He's not just saying here, forgive me. He's saying, lead me. ഇവിടെ പറയുക, ക്ഷമിക്കുന്നല്ല പറയുന്നത്. കാരണം ആൾക്കാർ വീണ്ടും ക്ഷമ പറഞ്ഞ് കരഞ്ഞ് പോകുമ്പോ പോരാ കർത്താവേ, ക്ഷമിച്ചാൽ മാത്രം പോരാ. കാരണം വീണ്ടും ഞാൻ തെറ്റിപ്പോകുന്നവനാ. എന്നെ കൈപിടിച്ച് നടത്തണമേ, എന്നെ നേർപാതയിൽ നടത്തണം എന്ന് പറയുക. എന്തൊരു ഡിപ്പെൻഡൻസ് ആ ദൈവത്തിൽ. അതാ മാനസാന്തരം വരുമ്പോൾ റിമോഴ്സ് വരിക മാത്രമല്ല, അപ്പന്റെ അടുക്ക മടങ്ങി വരിക മാത്രമല്ല, അപ്പനെ അങ്ങ് കെട്ടിപ്പിടിക്കേണ്ട പറയാം, എന്നെ കൊണ്ടുപോകർത്താവേ, കരം പിടിച്ചു കൊണ്ടുപോകർത്താവേ. ഞാൻ തന്നെ പോയാൽ വീണ്ടും ബസ് ചെയ്യും. നീ എന്നെ നയിക്കണം, നിന്റെ ഹോളി സ്പിരിറ്റ് എന്റെ കൂടെ ഇരിക്കണം. അതാണ് യഥാർത്ഥമായ മാനസാന്തരം. Many people want God to erase consequences while they want to keep control of their own life with their own hands. പ്രിയമുള്ളവരെ, അനേകർക്കും നമുക്ക് മിക്കവർക്കും നമ്മൾ ചെയ്യുന്ന നമ്മുടെ മാനസാന്തരം കർത്താവിന്റെ പാവമല്ല മോചിക്കണം. പക്ഷെ ദൈവം എന്റെ ജീവിതത്തെ എന്ത് ചെയ്യണ്ട, കൺട്രോൾ ചെയ്യണ്ട. എനിക്ക് കൺട്രോൾ വേണം. ഐ വോണ്ട് ടു ഡു ദ വേ ഐ വോണ്ട് ടു ഡു. അവിടെ വന്ന് ദൈവമോ ദൈവത്തിനോ അതിനോ ഒന്നും എന്റെ മേൽ ശക്തി അധികാരം വെക്കാൻ എനിക്ക് സമ്മതമില്ല. എന്റെ ഹൃദയത്തിൽ തോന്നുന്ന പോലെ എന്റെ ഇഷ്ടത്തിൽ എനിക്ക് നടക്കണം. അതല്ല റിയൽ മാനസാന്തരം. ഇവിടെ നിങ്ങൾ കാണണം, റിപ്പന്റൻസിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെ കൂടി ഇടപെടുന്ന നന്ദി. അവൻ കടന്നു വരുമ്പോൾ ഒന്ന് റിമോഴ്സ് മാത്രമല്ല, മടങ്ങി വരിക മാത്രമല്ല, പിന്നെ കൺട്രോൾ ഓഫ് ദ ലൈഫ് ആർക്ക് വിട്ടു കൊടുക്കുക? ദൈവത്തിന്. കർത്താവെ, നീ എന്നെ ലീഡ് ചെയ്യണമേ. ആരാധനയ്ക്ക് പോകുമ്പോൾ ടൈമിന് കർത്താവെ, നീ എന്നെ അയക്കണമേ. ഞാൻ മനുഷ്യന്റെ അടുക്കലോ ലോകത്തിലെ ജോലിക്കോ അല്ല പോകുന്നത്, ജീവനുള്ള നാഥനെ ആരാധിപ്പാനോ. പരിശുദ്ധമ്മയെ കൈപിടിച്ച് നീ എന്നെ ലീഡ് ചെയ്യണമേ. അവൻ നിന്റെ വേല ചെയ്യുവാൻ പലപ്പോഴും വീട്ടില് അവൻ തൃപ്തരായി ആരാധനയ്ക്ക് ഞായറാഴ്ച അവൻ എവറി സൺഡേസ് ഒക്കെ പോയിട്ട് അല്ലെ ട്യൂസ്ഡേസിൽ പോയിട്ട് ഹാജർ വെച്ചിരിക്കും. കർത്താവേ, അങ്ങനല്ല കർത്താവേ, എന്നെ പറഞ്ഞയക്കേണ്ടത് അയക്കണമേ. അനന്യാസനെ വിട്ടതുപോലെ, പീറ്ററെ വിട്ടതുപോലെ എവിടെ പോകണം സുവിശേഷം പറയാൻ എന്നെ അയക്കണമേ. അതാണ് റിയൽ ആയിട്ടുള്ളൊരു മാനസാന്തരം, ദൈവിക കൺട്രോൾ ജീവിതത്തിലേക്ക് വരുന്നത്. എന്റെ ഇഷ്ടമല്ല, ദൈവം പറയുന്നതനുസരിച്ച് പോകത്തക്കവണ്ണം അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥമായ റിപ്പന്റൻസ്. So overall, Psalm 43 teaches us that true repentance is not just a personal guilt, shedding a single tear or saying sorry just to feel better. പ്രിയമുള്ളവരെ, 143-ാം സംഘത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം റിപ്പന്റൻസ് അല്ലെ മാനസാന്തരം. ഈ മാസത്തിന്റെ ചിന്താ വിഷയമാണല്ലോ വിശുദ്ധിയിൽ മുന്നേറാൻ. അവൻ നമ്മുടെ ഉള്ളിൽ മാനസാന്തരം വേണം. പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വചനം വന്നു, നിനക്ക് കുത്തുകൊണ്ടോ അവിടെ കുത്തിയിരിക്കാതെ മാനസാന്തരപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ഉള്ളിൽ ഒരു ദുഃഖം തോന്നുന്നത്, തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള വിഷമം തോന്നുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല, അത് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാര്യം. ദൈവത്തിലേക്ക് മടങ്ങി വരിക മാത്രമല്ല, അവൻ സ്വന്തം കൺട്രോൾ ഏറ്റെടുക്കാതെ കംപ്ലീറ്റ് ദൈവത്തിൽ സറണ്ടർ ചെയ്ത് കർത്താവേ, നീ എന്നെ നയിക്കണേ, നിന്റെ ഹോളി സ്പിരിറ്റിനാൽ എന്നെ ഗൈഡ് ചെയ്യണമെന്ന് സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥമായ മാനസാന്തരം. It is turning honestly to God, admitting where we have gone wrong, and trusting fully in His mercy. പ്രിയമുള്ളവരെ, അവിടെ എടുക്കാൻ വന്നിട്ട് കർത്താവേ, ഞാൻ തെറ്റിപ്പോയി. എന്റെ നീതി കൊണ്ടോ എന്റെ പ്രാർത്ഥന കൊണ്ടോ ഞാൻ ചെയ്യുന്ന ലോങ് ലിസ്റ്റിലെ ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങൾ കൊണ്ടൊന്നും എന്നെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവന്റെ മുമ്പിൽ വന്ന്, ദൈവത്തിന്റെ മുമ്പിൽ വന്ന്, കർത്താവേ, അവൻ സ്വന്തം ഞാൻ തെറ്റിപ്പോയി, എന്റെ ഒരു പ്രവൃത്തിയിലും ഞാൻ രക്ഷിക്കപ്പെട്ടതോ സ്ഥാനപ്പെട്ടതോ ഒന്നും ആശ്രയിക്കാതെ കർത്താവേ, നിന്റെ കരുണയിൽ മാത്രം ഞാൻ ശരണപ്പെടുന്നു, നിന്റെ കരുണയിൽ മാത്രം ശരണപ്പെടുന്നു എന്ന് പറയുന്നത് ബൈബിൾ നോക്കുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവം ദാവീദിനെ ഇസ്രായേലിനെ അവൻ എണ്ണിയതിന് കാരണമായിട്ട് ശിക്ഷിക്കുമ്പോൾ അവൻ 3 കാര്യങ്ങൾ ദൈവം അവൻ സ്വന്തം ചെയ്യുന്ന പ്രവാചകൻ കൂടി ദാവീദിന്റെ മുമ്പിൽ വെക്കുമ്പോൾ ദാവീദ് ഒന്നും ചോദിച്ചിരുന്നില്ല. അവൻ പറയാൻ, ഞാൻ നിന്റെ കയ്യിലോട്ട് വീഴുകയാ, നിന്റെ കരുണ. അപ്പോൾ യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് അവൻ റിമോഴ്സ് തോന്നുന്നതോ മടങ്ങി വരുന്നതല്ല, ദൈവത്തിന്റെ കരുണയിൽ സമ്പൂർണമായി ട്രസ്റ്റ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. And like mentioned earlier, repentance is not a single event, but a way of coming back to God again and again, trusting in His mercy. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പ്രവൃത്തിയല്ല, അവൻ ഒരു വട്ടം നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല,
അത് അവൻ അനേക പടികളാണ് ദൈവത്തിലേക്ക്. ഒരു വട്ടം നടന്നു, അടുത്ത വർഷം വിട്ടിട്ടുമ്പോൾ നമ്മൾ കണ്ടു അവൻ മാനസാന്തര റിമോഴ്സ് മാത്രമല്ല ദൈവത്തിനടുക്ക മടങ്ങി വരുന്നത്, ദൈവത്തിനടുക്ക മടങ്ങി വരുന്നത് മാത്രമല്ല ദൈവത്തിന് സമ്പൂർണ്ണ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. വീണ്ടും തെറ്റുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ ഒന്നും മാനസാന്തരപ്പെട്ടു ഒന്നും ചിന്തിച്ചിരിക്കാതെ ഓരോ ദിവസങ്ങളും അവൻ വീണ്ടും വീണ്ടും മടങ്ങി ദൈവത്തിലേക്ക് വന്നിട്ട് ആ വചനമാകുന്ന ആ ടൂള് കൊണ്ട് മെഷർ ചെയ്ത് കർത്താവേ ഈ വചനം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹോളിയാണോ അല്ലെന്ന് കാണിക്കുമ്പോൾ ഉടനെ വീണ്ടും മടങ്ങി വന്ന് റീകാലിബ്രേറ്റ് ചെയ്യുന്നത്. വചനവുമായിട്ട് ടച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തണം. വചനം വെച്ച് കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ കുറവ് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓടി വന്ന് ദൈവത്തോട് ആ കുറവുകൾ ഏറ്റുപറഞ്ഞ് സ്വന്തം കഴിവിലോ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഞാൻ ഏറ്റുപറഞ്ഞുണ്ടല്ലോ കർത്താവേ നിന്റെ കരുണയിൽ മാത്രം ഞാൻ ശരണപ്പെടുന്നുവെന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുക്കുന്നത് ആണ് യഥാർത്ഥമായി മാനസാന്തരം. And as Christians, this continual return is not a license for us to keep sinning. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ എപ്പോഴും മാനസാന്തരപ്പെട്ട് പാപം ഒന്ന് ചെയ്ത് രണ്ട് ചെയ്ത് വീണ്ടും വീണ്ടും വന്ന് മാനസാന്തരപ്പെടുന്നത് നിനക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ലെന്ന് പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലം സഭയും എന്നെയും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. True repentance means turning from sin and walking faithfully with God. യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് തിരിഞ്ഞിട്ട് ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്നത്. വീണ്ടും പോയി പാപം ചെയ്തിട്ട് വീണ്ടും പോയി മാനസാന്തരപ്പെടുന്നതല്ല. അവൻ സ്വന്തം കുറവോർപ്പിക്കുമ്പോൾ വന്ന് ഏറ്റുപറഞ്ഞ് അനുദപിച്ചു പാപത്തെ ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ദൈവകരുണയിൽ ട്രസ്റ്റ് ചെയ്തിട്ട് കർത്താവെ നീ എന്നെ ലീഡ് ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസില് നേർപാതയിൽ സ്ട്രെയിറ്റ് പാത്തില് ക്രൂക്കഡ് പാത്തിലല്ല, വക്രതയുടെ വഴിയിലല്ല, നേർപാതയിൽ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. ഈ വനങ്ങൾ അധികമായി കർത്താവിനെ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാണ്.